തടി കുറയ്ക്കാനൊക്കെ ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു അൺസ്ട്രക്ചേർഡ് ഡയറ്റ് പ്ലാൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒത്തിരി ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒന്നാമത്തേതായിട്ടുള്ള ലെപ്റ്റിൻ ഹോർമോൺ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതി എന്ന ഒരു സെൻസേഷൻ തരുന്ന ഹോർമോൺ ലെപ്റ്റിൻ ഹോർമോൺ. ലെപ്റ്റിൻ ഹോർമോണിന്റെ അളവ് ക്രമാതീതമായിട്ട് കുറയുകയും ഈ ഒരു സെൻസേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയുകയും ചെയ്യും. മറ്റൊന്നാണ് കോർട്ടിസോൾ ഹോർമോണിന്റെ ഒരു ഇംബാലൻസ്. ഈ കോർട്ടിസോൾ ഹോർമോൺ ഇംബാലൻസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവുകയും അതുപോലെ തന്നെ ഒത്തിരി മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അധികമായിട്ട് കെട്ടിക്കിടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതൊരു റീസൺ ആവുകയും ചെയ്യും. അടുത്തതാണ് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ. ഈ തൈറോയ്ഡ് ഹോർമോണിലും ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഡയറ്റ് എടുക്കുന്ന ആളുകളിൽ പെട്ടെന്നുള്ള മുടി കൊഴിച്ചിൽ, നല്ല ക്ഷീണം, അല്ലെങ്കിൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുക, അതുപോലെ തന്നെ തണുപ്പിനോടും ചൂടിനോടൊക്കെ ഉള്ള ഒരു ഇൻടോളറൻസ്, ഇതൊക്കെ ഈ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുന്ന ആളുകളിൽ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കുന്നവരാണെങ്കിൽ ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഒന്നും എടുക്കാതെ, ക്രാഷ് ഡയറ്റ് ഒന്നും എടുക്കാതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് അനുസരിച്ച ടൈപ്പിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ കൊണ്ടുവരിക എന്നുള്ളത് വളരെ നിർബന്ധമാണ്.